ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ അന്യായമായ സൽക്കാരം ഇസ്ലാം സമുദായത്തെ പഠിപ്പിച്ചിട്ടില്ല. തറവാടത്യത്തിന്റെ പോരിശ കാണിക്കാൻ, നാട്ടുകാർക്കിടയിൽ കല്യാണത്തിന്റെ മേന്മ പ്രകടിപ്പിക്കാൻ വേണ്ടി വേണ്ടതും വേണ്ടാത്തതും വെച്ചു വിളമ്പി എന്റെ കല്യാണത്തിന് വന്നിട്ട് അതിങ്ങനെ കിട്ടിയിട്ടില്ല, അതിത്ര ഹൈറായി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഒരു കല്യാണ സദസ്സും സംഘടിപ്പിക്കാൻ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടില്ല. മാന്യമായ ഭക്ഷണം മാന്യമായ രൂപത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചു. ഇതുപോലെ ചില സൽക്കാരപ്രേമികളുണ്ട്. വീട്ടിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകും. ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുമ്പോ വേണ്ട വേണ്ട എന്ന് കൈവച്ച് തടഞ്ഞാലും അവന്റെ കൈയിന്റെ മുകളിലൂടെ കോരി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മളെ ഒരു തൃപ്തിക്ക് വേണ്ടിയാ. എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അവൻ അങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ ശ്രദ്ധയൊന്ന് മാറുമ്പോഴേക്കും നമ്മളെ വകയൊന്ന് ഒഴിച്ചു കൊടുക്കൽ, നമ്മളെ വകയൊന്ന് കോരിയിട്ട് കൊടുക്കൽ. അവസാനം ഒന്നും തിന്നാൻ സാധിക്കാതെ കോരിയിട്ടത് പകുതിയും നീക്കിവെച്ച് എന്നെ കൊണ്ട് പറ്റില്ലട്ടോ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ഒരുപക്ഷെ കുടുംബക്കാരാ സൽക്കരിച്ചവനെ നിനക്കാഹ്ലാദമുണ്ടായിരിക്കും എന്നെ ഞാൻ വേണ്ട രൂപത്തിൽ സൽക്കരിച്ചു എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ മാരക ശിക്ഷയാണ് അത്തരക്കാർക്ക് കാത്തിരിക്കുന്നത്. അമിതവ്യയം കാണിക്കരുത്. അങ്ങനെ പ്ലേറ്റിൽ നോക്കിയപ്പോ അതില്ല എന്ന് സങ്കല്പിക്കുക. പ്ലേറ്റ് വടിച്ചാണ് അവൻ തിന്നിട്ടുള്ളത്. ഉടൻ അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചു, പിന്നെ ശൈത്താന്റെ നോട്ടം നിങ്ങളുടെ കൈയിന്റെ വിരലുകളിലേക്കായിരിക്കും. അതിലെന്തുണ്ട് നക്കിയെടുക്കാൻ? കൊടുക്കല്ലേ സഹാബത്തെ, ഒന്നെങ്കിൽ നിങ്ങൾ നക്കണം, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിക്കണം. എന്നിട്ടല്ലാതെ നിങ്ങൾ ആ കൈ വൃത്തിയാക്കരുത് എന്ന് ഈ ഹദീസിന്റെ ചരിത്ര പിൻബലത്തോടുകൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാ മുസൽമാനെ നമുക്ക് ആ വിഷയത്തിൽ ലാഘവത്വം പ്രകടിപ്പിക്കാൻ സാധിക്കുക? എങ്ങനെ ആ വിഷയത്തിൽ അതൊന്നും അത്ര സൂക്ഷിക്കേണ്ടതല്ല എന്ന് ചിന്തിക്കാൻ സാധിക്കുക? അത്രമാത്രം ഗൗരവത്തോടെ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ച വിഷയം വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിലും പല വ്യക്തികളും പഠിച്ചിട്ടുള്ളതാണെങ്കിലും വലത്തെ കൈകൊണ്ടെടുക്കുക, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കുക, കുടിക്കുക എന്നതൊക്കെ ഇസ്ലാമിക മര്യാദയാണ്. പക്ഷേ എന്നാലും കളയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് പോലും ഇടത്തെ കൈകൊണ്ടെടുക്കുന്ന ആളുകൾ, ഇരിക്കാൻ സൗകര്യമുണ്ടായിട്ടും നിന്നു കുടിക്കുന്ന വ്യക്തികൾ, ലാ തശ്റബന്ന അഹദുക്കും, പ്രത്യേകിച്ച് ഓരോ മുസൽമാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഹദീസ്, ലാ തശ്റബന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും കുടിക്കാൻ പാടില്ല, ഖായിമാ, നിന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, വ ഇൻ നസീതു, ഇനി മറന്നെങ്ങാനും കുടിച്ചു പോയാൽ അതങ്ങനെ കിടക്കട്ടെ എന്നല്ല, അവൻ അത് ഛർദ്ദിച്ചു കളയട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലുള്ളതാ. പക്ഷേ എത്രമാത്രം പഠിച്ചാലും ആ വിഷയത്തിൽ നമ്മൾ ലാഘവത്വം കാണും. അതൊന്നും അത്ര വിഷയമാക്കേണ്ടതല്ല. അതോടൊപ്പം ലാ തശ്റബന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ കുടിക്കാൻ പാടില്ല, കശുറബിൽ ഇബിലി, ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ. മുഖഭാഗം കുടുസായ പാത്രത്തിൽ നിന്നും നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. പലരും അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്, ഇതെന്തൊരു ഇസ്ലാമാ? ഇതിൽ എന്തൊക്കെ നിയമങ്ങളാ, എത്രയെത്ര നിയന്ത്രണങ്ങളാ? വല്ലാത്ത കുടുസാക്കപ്പെടുന്ന ദീനാണല്ലോ ഇസ്ലാം. എന്നിനും സൗകര്യം കൊടുക്കാത്ത, ഒരു റാഹത്തും കിട്ടാത്ത ഒരു മതം. പക്ഷേ ലോകത്തിന്റെ തിരുദൂതരുടെ വാക്കുകൾ പൊന്നായി പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത ഈ കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ജില്ലയിലെ പേര് കേട്ട JDT ഓർഫനേജിൽ വെച്ച് ഒരു കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെട്ടു. കുട്ടിയെ എടുത്ത് ഡോക്ടർമാർ ഇക്രോ ഹോസ്പിറ്റലിൽ ചെന്നു. പരിശോധന നടത്തി. ഡോക്ടർമാർ വിധി എഴുതി. അവന്റെ വയറിൽ ചെറിയ പച്ചിലപ്പാമ്പിന്റെ കുട്ടിയുണ്ട്. വരയുടെ വലുപ്പത്തിലുള്ള ചെറിയൊരു പച്ചിലപ്പാമ്പിന്റെ കുട്ടിയുണ്ട് അവന്റെ വയറ്റിൽ. അത്ഭുതത്തോടെ നാട്ടുകാരും അല്ലെങ്കിൽ ആ ഓർഫനേജുകാരും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ ഡോക്ടർമാർ കുട്ടിയോട് ചോദിച്ചത് ഒരു ചോദ്യം മാത്രം, മോനെങ്ങനെയാ വെള്ളം കുടിക്കല്? കുട്ടി സത്യസന്ധമായി പറഞ്ഞു, ഓർഫനേജിന്റെ പൈപ്പ് തുറക്കും, 2 കൈയും ചേർത്ത് വെക്കും, ഞാനെങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഡോക്ടർമാർ സ്ഥാപിച്ചു. എങ്കിൽ അത് എങ്ങനെ ഉള്ളിലെത്തി എന്നധികം ചിന്തിക്കേണ്ടതില്ല. ആ ഓർഫനേജിന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു പ്ലാവിൽ നിന്ന് ഊർന്നു വീണ പച്ചിലപ്പാമ്പിന്റെ കുട്ടി ആ കുട്ടിയുടെ വയറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു, ലാ തശ്റബന്ന അഹദുക്കും കശ്റബിൽ ഇബിലി, ഒട്ടകം വെള്ളം കുടിക്കുന്ന മാതിരി എത്ര ദാഹമുണ്ടെങ്കിലും നിർത്താതെ വെള്ളം കുടിക്കാൻ പാടില്ല. മുഖഭാഗം കുടുസായ പാത്രത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല. വാങ്ങിക്കൊണ്ടുവന്ന ഫ്രൂട്ടിക്കുള്ളിലേക്ക് അതിന്റെ കൊയല് താത്തി വലിച്ചപ്പോ ഒന്നും കിട്ടാത്ത അവസ്ഥ. എന്തേ വരാത്തതെന്ന് ആലോചിച്ച് ഫ്രൂട്ടിയുടെ അടപ്പ് ചീന്തിയെടുത്ത് തുറന്നു നോക്കിയപ്പോ അളയ്ക്കുന്ന പുഴുക്കൾ പഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ട് സങ്കടപ്പെട്ട ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചതും കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചും നിങ്ങൾ അറിയണം. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ ലാഘവത്തോടുകൂടി കാണുന്നു.
അതുകൊണ്ട് ലോകത്തിന്റെ തിരുദൂതർ പഠിപ്പിച്ചു, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ലോകത്തിന്റെ തിരുദൂതർ പഠിപ്പിച്ച മാന്യത. അങ്ങനെ സൂക്ഷിച്ചാൽ നാളെ പരലോകത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. ഇതിനു പുറമെ ആവർത്തിക്കപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഈ ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മൾക്ക് സംഭവിച്ചു പോകുന്ന ചില തെറ്റുകുറ്റങ്ങൾ, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, ഖിയാമത്ത് നാള് സംഭവിക്കാറാകുമ്പോ ജനങ്ങൾക്കിടയിൽ ചില വ്യക്തികൾ ഉണ്ടാകും. എന്തേ അവരുടെ അടയാളം? യസ്തഹില്ലൂന, അവർ ഹലാലാക്കി കളയും. അള്ളാഹുവിന്റെ തിരുദൂതർ ഹറാമാക്കിയത് അവർ ഹലാലാക്കി കളയും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഖരീറ വൽ ഹംരി വൽ മആസിഫ, ഈ 4 അവർ അനുവദനീയമാക്കി കളയും. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ അനുവദനീയമാക്കി കളയും. മനുഷ്യൻ വ്യഭിചരിക്കാൻ തുടങ്ങി, കുടുംബത്തിൽ വ്യഭിചാരശാലകളാക്കി ആസ്വാദനത്തിന്റെ മേഖലകൾ കണ്ടെത്താൻ തുടങ്ങി. പലരും അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്, ഞാൻ വ്യഭിചരിക്കാറില്ലല്ലോ, ഞാൻ എന്റെ ഭാര്യന്റെ അടുത്തല്ലാതെ മറ്റൊരു പെണ്ണിന്റെ അടുത്ത് ചെന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വ്യഭിചരിച്ചു എന്ന് പറയും. ലോകത്തിന്റെ തിരുദൂതർ പഠിപ്പിച്ചത് ജനനേന്ദ്രിയത്തെ കൊണ്ട് മാത്രമുള്ള ലൈംഗികതയല്ല, വ്യഭിചാരമല്ല, മറിച്ച് വ്യഭിചാരം 5 രൂപത്തിൽപ്പെടും. അർഹതപ്പെടാത്ത പെണ്ണിന്റെ നേരെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അസ്സിനത്തു ബിൽ ഐനൈൻ, അത് കണ്ണുകളെ കൊണ്ടുള്ള വ്യഭിചാരമായി. അർഹതപ്പെടാത്ത പെണ്ണിനെ ആരെങ്കിലും ആസ്വദിച്ചു കൊഞ്ചല് കേട്ടിട്ടുണ്ടെങ്കിൽ, അവളുടെ കൊഞ്ചലുകളും സംസാരങ്ങളും കേൾക്കാൻ ചെവി വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അസ്സിനത്തു ബിൽ ഉദ്നൈൻ, ചെവികളെ കൊണ്ടുള്ള വ്യഭിചാരമായി. അർഹതപ്പെടാത്ത അന്യ പെണ്ണുങ്ങളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് വേണ്ടാത്ത തോന്നലുകൾ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പാട്ടിനനുസരിച്ച് അവളെ ചുറ്റിയുള്ള ഓർമ്മകളുമായി നെടുവീർപ്പിട്ടിട്ടുണ്ട് എങ്കിൽ അസ്സിനത്തു ബിൽ ഖൽബ്, ഹൃദയങ്ങളെ കൊണ്ടുള്ള വ്യഭിചാരമായി. അർഹതപ്പെടാത്ത പെണ്ണിനെ കാണാൻ കാലുപയോഗിച്ച് നടന്നാൽ, അർഹതപ്പെടാത്ത പെണ്ണിനെ സ്പർശിക്കാൻ കൈകൾ ഉപയോഗിച്ചാൽ അസ്സിനത്തു ബിൽ യദൈൻ അസ്സിനത്തു ബിൽ റിജ്ലൈൻ, കാലുകളെ കൊണ്ടും കൈകളെ കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടും എന്നിട്ടും എന്താ മുസ്ലിം സമുദായമേ, നമ്മളെ വീട്ടിൽ നിന്ന് വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്ന സെക്കൻഡ് വ്യത്യാസത്തിൽ മണിക്കൂറുകളോളം ഉമ്മയും വാപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് വ്യഭിചരിക്കുന്ന വിഡ്ഢിപ്പെട്ടി എന്ന മാധ്യമപ്പെട്ടി ഒഴിവാക്കാൻ എന്തേ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല? നെറ്റുകളായും അതേ രൂപത്തിലുള്ള ട്യൂബുകളായും കൈവിരലിന്റെ തുച്ഛത്തെത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ കാണാൻ എന്തേ നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? യസ്തഹില്ലൂനൽ ഹിറ, മറ്റൊരുത്തന്റെ നഗ്നതയും ആസ്വാദനവും മനുഷ്യൻ ആസ്വദിക്കാൻ തുടങ്ങും. അതിന്റെ ദുരന്തം ഈ സമുദായം അനുഭവിക്കാൻ തുടങ്ങി. എത്രയെത്ര ഉദാഹരണങ്ങൾ പിതാവ് കണ്ടുവെച്ചതിന്റെ ബാക്കി ബ്ലൂ ഫിലിമുകൾ കണ്ട് അത് പ്രയോഗിക്കാൻ വേണ്ടി 4.5 വയസ്സുകാരിയെ കൊന്ന് പൊട്ടക്കിണറ്റിലിട്ട് കൊന്ന 8 വയസ്സുകാരന്റെ കഥ, കണ്ട തോന്നിവാസങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി 13 വയസ്സുകാരിയെ കൊന്ന് 8 വയസ്സുകാരിയെ കൊന്ന് മരപ്പൊത്തിലൊളിപ്പിച്ച 13 വയസ്സുകാരന്റെ കഥ, കൂടെ കരളിനെ പോലെ സ്നേഹിക്കേണ്ട ഭർത്താക്കന്മാർക്ക് പകരം കണ്ട തോന്നിവാസങ്ങളിൽ ലഹരിമൂത്ത് നാട്ടിലുള്ള ചെറുപ്പക്കാരോടൊപ്പം അയിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഭാര്യമാരുടെ കഥ, തന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ട ഭാര്യമാർക്ക് പകരം തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ട് അവൾക്ക് പിന്നാലെ പോകുന്ന ജാരന്മാരായ ഭർത്താക്കന്മാരുടെ കഥ, 10ഉം 20ഉം വയസ്സുവരെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആ 20ാമത്തെയോ 18ാമത്തെയോ വയസ്സിൽ കൂടെ പഠിക്കുന്ന അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ കഥ. ഇതൊക്കെ കേട്ട് ആശ്ചര്യപ്പെട്ട് നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെയും സംഭവിക്കുമോ എന്ന് ചോദിക്കാനല്ലാതെ ഒരു തിരുത്തൽ നടത്താനും നമ്മൾ തയ്യാറായിട്ടില്ല. നാണവും ലജ്ജയും നഗ്നതയും മനുഷ്യന് വ്യാപകമായി ഹലാലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും അത്ര പ്രശ്നമാക്കേണ്ടതല്ല, അതൊന്നും ഗൗരവത്തോടെ കാണേണ്ടതല്ല. എന്തേ അത് കരുതി എന്ന് കരുതി ഞാൻ അതുപോലെ ജീവിക്കുന്നുണ്ടോ? എന്തേ അതൊന്ന് ആസ്വദിച്ചു എന്ന് കരുതി ഞാൻ അതുപോലെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന മുസൽമാനെ ലോകത്തിന്റെ തിരുദൂതർ പഠിപ്പിച്ചത് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ, നാണം ഇസ്ലാമിന്റെ ഭാഗത്തിൽപ്പെടും, വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെടും. നാണം കെട്ട കുടുംബത്തിലെ നാണം കെട്ട മക്കളുണ്ടാകൂ, നാണമുള്ള കുടുംബത്തിലെ നാണത്തെപ്പറ്റി തിരിച്ചറിയുന്ന നല്ല മക്കളുണ്ടാകൂ. അതുകൊണ്ട് യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാര വേശ്യാലയങ്ങളാക്കി തീർക്കുന്ന കുടുംബങ്ങളെ അത് പാടെ ഇല്ലാതാക്കി എനിക്കെന്റെ കുടുംബമാണ് വലുത് എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റാത്ത കാലത്തോളം നമ്മൾ ഓരോരുത്തരും എത്ര റാഹത്തോടെ ജീവിച്ചാലും ഈ വിദേശ പ്രവാസ ജീവിതത്തിനിടയിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ആവേശത്തോടെ 4 ആളുകൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞാലും മരിച്ച മണ്ണോട് ചേർത്ത് വെക്കപ്പെടുമ്പോ വാപ്പാന്റെ തലഭാഗത്ത് കൈകെട്ടി നമസ്കരിക്കുന്ന ഒരു തന്റെ പൊന്നോമന പുത്രന് വാപ്പാക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിന്റെ 3ാമത്തെ പ്രാർത്ഥന
അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന പ്രാർത്ഥന ചെല്ലാൻ പോലും കെൽപ്പില്ലാത്ത മക്കളാണെങ്കിൽ പിന്നെ ദുനിയാവ് വാങ്ങിക്കൊടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് അവന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് എനിക്ക് കിട്ടാത്ത അനുഭവങ്ങൾ മകനെത്തിച്ചു കൊടുത്തിട്ട് ഒരു വാപ്പ എന്ന രൂപത്തിൽ എന്ത് നേട്ടമാ എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്? യസ്തഹില്ലൂന, അത് വേണ്ട എന്ന് വെക്കണം. സൂക്ഷിക്കുന്നവർ, നാളെ പരലോകത്തേക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആ വ്യഭിചാരത്തെ അവന്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ സാധിക്കണം. അതോടൊപ്പം വൽ ഹരീറ, പട്ടുവസ്ത്രങ്ങളും. ഒരു കാലഘട്ടത്തിൽ പട്ടുപുരുഷന് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാത്ത കോലത്തിലായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ പട്ടും ആണുങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെണ്ണിനൽപ്പം ഹലാലാക്കി ആണിന് പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് ആണും പെണ്ണും മത്സരിച്ച് പട്ടുപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ സങ്കടങ്ങൾ അറിഞ്ഞവരാ കല്യാണം കഴിപ്പിച്ചയച്ച പെൺമക്കളുള്ള പല വാപ്പ